നമുക്ക് അള്ളാന്റെ റസൂൽ എത്ര പെണ്ണ് കിട്ടി? 12 പെണ്ണ്. എന്തോ ഉസ്താദെ, അള്ളാന്റെ റസൂല് എത്ര കിട്ടിയെന്ന്? 12ഓ? ബാക്കിയൊക്കെ എവിടെ കൊണ്ടേക്കളെ? ഒന്നാമതായിട്ട് ഖദീജയെ കെട്ടി. രണ്ടാമതായിട്ട് ഖദീജ മരിക്കുന്നത് വരെ ഖദീജ പിടിച്ച പിടിയാലെ കൊണ്ടു നടന്നു. ഖദീജ മരിച്ചു കഴിഞ്ഞപ്പോ സൗദേനെ കെട്ടി. തൊട്ടുപുറകെ തന്നെ 5 വയസ്സും 8 മാസവും മാത്രം പ്രായമുള്ള ആയിഷയെ കെട്ടി. 9ാം വയസ്സിൽ ആയിഷയെ വീട്ടിൽ കൊണ്ട് സദക്ക് കൊടുക്കാൻ താമസിച്ചത് കൊണ്ട് ആയിഷ 3 വർഷം കൊണ്ട് രക്ഷപ്പെട്ടു. അബൂബക്കർ സദക്ക് കൊടുത്തു കഴിഞ്ഞ നെക്സ്റ്റ് മൊമെന്റില് ആയിഷയെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി. അതിന്റെ തൊട്ടുപുറകെ ഹഫ്സയെ കല്യാണം കഴിച്ചു. അതിന് തൊട്ടുപുറകെ സൈനബ് ബിൻ ഖുസൈമ വിവാഹം കഴിച്ചു. സൈനബ് ബിൻ ഖുസൈമ, നമ്മുടെ സയ്യിദിന്റെ ഭാര്യ സൈനബ് അല്ല, ഖുസൈമയുടെ മോളായ സൈനബിനെ വിവാഹം കഴിച്ചു. അതിനുശേഷം ഉമ്മ സലമയെ കെട്ടി. ഹിന്ദ് ബിൻ അബി ഉമയ. ഉമ്മ സലമയെ കല്യാണം കഴിച്ച സീറത്തുൽ റസൂലുള്ളാഹിൽ പറയുന്നു. സൈനബ് ബിൻ ജയ്ഷിനെ, സയ്യിദിന്റെ ഭാര്യ, സ്വന്തം വളർത്തുമകന്റെ ഭാര്യ, സയ്യിദ് ബിൻ മുഹമ്മദ് എന്നറിയപ്പെട്ടിരുന്ന ഹരിദിന്റെ മകനായി മുഹമ്മദ് ദത്തെടുത്ത് സ്വന്തം മകനായി വളർത്തിയ ആ സയ്യിദിന്റെ ഭാര്യയെ കണ്ട് ഇഷ്ടപ്പെട്ട് മുഹമ്മദ് വിവാഹം കഴിച്ചു. റൈഹന ബിൻ സയ്യിദ് ഇബ്നു അമറിന്റെ മകളായ റൈഹനയെ മുഹമ്മദ് യുദ്ധത്തിൽ പിടിച്ചെടുത്തുകൊണ്ട് വന്ന് വിവാഹം കഴിക്കുന്നു. ഈ റൈഹനയെ വിവാഹം കഴിച്ചുകൊണ്ട് മുഹമ്മദ് വരുമ്പോൾ മുഹമ്മദ് മറ്റൊരു കാര്യം കൂടെ ചെയ്തു. മുഹമ്മദ് ആ റൈഹനയെ തെരഞ്ഞെടുത്തിട്ട് ബാക്കി അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പെൺകുട്ടികളെ മുഹമ്മദ് വിറ്റിട്ട് ആയുധം വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്ന രംഗം വരെ നിങ്ങൾക്ക് അതിനകത്ത് കാണാം. ഈ റൈഹനയ്ക്ക് ശേഷം മുഹമ്മദ് വിവാഹം കഴിച്ച ജുവരിയ, അതും യുദ്ധത്തിൽ പിടിച്ചുകൊണ്ട് വന്ന ഭർത്താവിനെ എല്ലാം തട്ടിയിട്ട് പിടിച്ചുകൊണ്ട് വന്ന ജുവരിയെ വിവാഹം കഴിച്ചു. ജുവരിയ ആ കേസാണെന്ന് എനിക്ക് സംശയമുണ്ട്, അത് സഫിയാണ്. ഓക്കെ. സീറത്തുൽ റസൂലുള്ള ഇബ്നു ഇഷാഖ് 490 പേജില്. റംല, അതിനുശേഷം 10ാമത്തെ സ്ത്രീ ആയിട്ട് റംലയെ എടുത്തു. ഉമ്മു ഹബീബ ആയിട്ടുള്ള റംലയെ എടുത്തു. സീറത്തുൽ റസൂലുള്ള ഇബ്നു ഇഷാഖ് 527, 528 പേജുകൾ. 11ാമത്തെ പെണ്ണായിട്ട് മുഹമ്മദിന്റെ ജീവിതത്തിലേക്ക് സഫിയ കടന്നു വന്നു. സീറത്തുൽ റസൂലുള്ള 244 പേജ്, 242 പേജിലും. അതുപോലെ തന്നെ 514, 515 പേജുകളിലും സഫിയെ കുറിച്ച് പറയുന്നു. 12ാമത്തെ ഭാര്യയായിട്ട് മൈമുന കടന്നു വന്നു. സീറത്തുൽ റസൂലുള്ള 531 പേജിലും 679, 680 പേജുകളിലും. അതിനുശേഷം 13ാമത്തെ പേജായിട്ട് മരിയ ബിൻ ഷമൂം അൽ കുപ്തിയ, മരിയ ദ കോപ്റ്റ്, ഹഫ്സയുടെ വേലക്കാരിയായിരുന്ന മരിയയെ ഹഫ്സയുടെ വിരിപ്പിൽ വെച്ച് കയ്യോടെ ഹഫ്സ വന്ന് പൊക്കിയിട്ട് ഇനി മേലാൽ എനിക്ക് മരിയ ഹറാമാണെന്ന് മുഹമ്മദിനെ കൊണ്ട് സത്യമിടിച്ചത് മുലൈക്ക ബിൻ കാബിന്റെ മകളായ മുലൈക്ക 14ാമത്തെ പെണ്ണായിട്ട് മുഹമ്മദിന്റെ ജീവിതത്തിലേക്ക് വന്നു. താരിഖൽ റസൂലുള്ള റസൂൽ അൽ മുൽക്ക് അൽ താബരിയുടെ വോളിയം 9 പേജ് 138, വോളിയം 39 പേജ് 165. 15ാമത്തെ പെണ്ണായിട്ട് ഫാത്തിമ അൽ ആലിയ മുഹമ്മദിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. താരിഖ് റസൂൽ അൽ മുൽക്ക് അൽ താബരിയുടെ ചരിത്ര 9ാമത്തെ വോളിയം 138 പേജ്, 39ാമത്തെ വോളിയം 138, 186 മുതൽ 188 വരെയുള്ള പേജുകൾ. 16ാമത്തെ പെണ്ണായിട്ട് അസ്മ മുഹമ്മദിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. 17ാമത്തെ പെണ്ണായിട്ട് അൽ ജാബ്രിയ കടന്നു വന്നു. 18ാമത്തെ പെണ്ണായിട്ട് അംറ ബിൻ യസീദ് കടന്നു വന്നു. 19ാമത്തെ പെണ്ണായിട്ട് തുക്കാന അൽ ഖുറൈസിയ കടന്നു വന്നു. ഇതോടുകൂടെ മുഹമ്മദ് മരിച്ചു. അതല്ലെങ്കിൽ ഇനിയും എണ്ണം കൂടിയേനെ എന്നുള്ളതാണ്